ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായി നാം വാഴ്ത്തപ്പെടട്ടെ. ഈ നല്ല സമയത്ത് ഓർന്ന് ദൈവത്തെ സ്തുതിക്കുകയും വാഴ്ത്തുകയും ചെയ്യുന്നു. വിവിധ സ്ഥലങ്ങളിൽ രാജ്യങ്ങളുമായിരുന്ന ദൈവത്തിൻ്റെ വചനം കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ വിലയേറിയ നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. അല്പസമയത്തെ ദൈവവചന ചിന്തയ്ക്കായി ഒരു ദൈവവചന ഭാഗം വായിക്കുന്നു. യെശയ്യാ പ്രവാചകൻ്റെ പുസ്തകം 60-ാം അധ്യായം അതിൻ്റെ 5-ാമത്തെ വാക്യം. നിന്റെ ഹൃദയം പിടച്ച് വികസിക്കും, സമുദ്രത്തിൻ്റെ ധനം നിന്റെ അടുക്കൽ ചേരും, ജാതികളുടെ സമ്പത്ത് നിന്റെ അടുക്കൽ വരും. ഹല്ലേലൂയ. ഈ വചനം കേട്ടവർ ഒന്ന് സ്തോത്രം പറഞ്ഞാട്ട്. വലിയൊരു വാഗ്ദത്തമാണ് ദൈവം നൽകിയിരിക്കുന്നത്. ഹല്ലേലൂയ. ജാതികൾ മുഖാന്തരം ഇസ്രായേലിന് ലഭിച്ച വലിയൊരു അനുഗ്രഹത്തെക്കുറിച്ചാണ് ആമേൻ നാം വായിച്ചു കേട്ട ദൈവവചനം എന്ന് പറയുന്നത്. അത് ഇസ്രായേലിനെ ദൈവം അനുഗ്രഹിച്ച് വിവിധ നിലകളിൽ ദൈവം അവർക്ക് വാഗ്ദത്തങ്ങളും അനുഗ്രഹങ്ങളും ദൈവം കൊടുത്തെങ്കിൽ ഇന്ന് പകൽ എന്നെ കേൾക്കുന്ന സ്നേഹിത, ഇപ്പോൾ നീ കടന്നു പോകുന്ന വളരെ ഭയാനകമായ പ്രതിസന്ധി നിറഞ്ഞ എൻ്റെ ജീവിത സാഹചര്യത്തിനകത്ത് ദൈവം നിൻ്റെ കഷ്ടതയെ മാറ്റിയിട്ട് ദൈവം നിനക്കൊരു അനുഗ്രഹത്തെ തരാൻ ആഗ്രഹിക്കുക. വിശ്വസിക്കുന്നെങ്കിൽ കരമടിച്ച് ദൈവത്തെ സ്തുതിച്ചാട്ട്. നീ ഏത് പ്രതിസന്ധിയിലായിരുന്നാലും അതിലൊരു മോചനം നൽകുവാൻ കർത്താവിന് കഴിയുമെന്ന് വിശ്വസിക്കുന്നെങ്കിൽ ദൈവം അതിന്മേലൊരു അത്ഭുതം ചെയ്യുന്നവനാണ്. കാരണം നമ്മുടെ ദൈവം അത്ഭുത മന്ത്രിയാണ്. ഒരിക്കലും ദൈവം തന്നെ ജനത്തെ കഷ്ടതയിലൂടെ കടത്തിവിടുവാൻ ആഗ്രഹിക്കുന്നില്ല. എന്നാൽ ആ കഷ്ടതയിലൂടെ കടന്നു പോകുന്നത് എന്തുകൊണ്ടാണ്? നാം ദൈവത്തോടെടുക്കാതെ ദൈവമായി യാതൊരു ബന്ധമില്ലാതെ ലോകത്തിൻ്റെ പാപസുഖങ്ങളിൽ വീഴുന്നത് കൊണ്ട്, സാത്താൻ നമ്മുടെ മേൽ ആധിപത്യം പുലർത്തുന്നത് കൊണ്ടും നാം പലപ്പോഴും ജീവിതത്തിൽ തകർച്ചയുടെ വക്കിലാണ്. അങ്ങനെ തകർച്ചയുടെ വക്കിലായിരിക്കുന്ന നിങ്ങളുടെ ജീവിതത്തിൽ ദൈവം മാറ്റം തരുന്നത്, അനുഗ്രഹം തരുന്നതിനെക്കുറിച്ചാണ് പ്രവാചകൻ പറഞ്ഞിരിക്കുന്ന ദൈവവചനത്തിലൂടെ ഈ പുതിയ നിയമസഭയ്ക്കും പുതിയ നിയമ ഇസ്രായേലിനും അഥവാ കർത്താവായ യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുന്ന സകലർക്കും ദൈവം തരാൻ പോകുന്നത്. യെശയ്യാ പ്രവാചക മുഖാന്തരം കർത്താവ് വാഗ്ദത്തങ്ങളെ നിങ്ങൾക്ക് നൽകിയ നിങ്ങൾക്ക് വേണ്ടി കർത്താവ് അത്ഭുതങ്ങളും അതിശയങ്ങളും പ്രവർത്തിക്കാൻ ആഗ്രഹിക്കുന്നു. അത് നീ കടന്നു പോകുന്ന ജീവിത പ്രതിസന്ധികളുടെ നടുവിൽ നിനക്ക് വേണ്ടി ഒരു അത്ഭുതം, അതിശയം ദൈവം ചെയ്യുവാൻ ആഗ്രഹിക്കുന്നു. എന്നെ കേൾക്കുന്ന ശ്രോതാവേ, സഹോദര സഹോദരി, നീ ആയിരിക്കുന്ന സ്ഥാനങ്ങളിൽ ഇരുന്നു കൊണ്ട് ഇന്ന് പകൽ എന്നോടൊപ്പം പറയാമോ? തിരുവചനത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന അത്ഭുതങ്ങളെ, അതിശയങ്ങളെ കർത്താവേ എൻ്റെ ജീവിതത്തിലേക്കൊന്ന് പകരണമേ. ഞാൻ കടന്നു പോകുന്ന പ്രതികൂലമായ സാഹചര്യങ്ങൾ, മരണസമാനമായ അനുഭവങ്ങൾ അതെന്നെ വളരെ തളർത്തുമ്പോൾ എൻ്റെ ഈ സ്ഥിതിക്കൊരു മാറ്റം തരുവാൻ അങ്ങേക്ക് കഴിയുമെന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. പ്രവാചകനിലൂടെ അരുളിച്ചെയ്ത ദൈവത്തിൻ്റെ വചനം കാലാകാലങ്ങളായി അനവധി ആളുകളുടെ ജീവിതത്തിൽ വലിയ രൂപാന്തരം വരുത്തിയിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ഇന്ന് പകൽ എൻ്റെയും ജീവിതത്തിൽ വലിയൊരു അത്ഭുതം ചെയ്യണമെന്ന് യേശുവിനോട് പ്രാർത്ഥിക്കുന്നെങ്കിൽ കർത്താവ് നിനക്ക് വേണ്ടി ചില അത്ഭുതങ്ങളെ പ്രവർത്തിക്കും. കരമടിച്ച് ദൈവത്തെ ഒന്ന് സ്തുതിച്ചാട്ട്. ഹല്ലേലൂയ. അത് ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും നീ തകർന്നിരിക്കുന്ന അനുഭവങ്ങളുണ്ട്. അതിൻ്റെ നടുവിലാണ് ദൈവം നിനക്ക് വേണ്ടി അത്ഭുതം ചെയ്യുന്നത്. സ്തോത്രം. ഹല്ലേലൂയ. അപ്പോൾ ഇവിടെ വചനം പറയുന്നത് ദൈവം നിങ്ങളുടെ ജീവിതത്തിൽ ചില അത്ഭുതങ്ങൾ ചെയ്യുമ്പോൾ ഹല്ലേലൂയ നിങ്ങളുടെ ഹൃദയം പിടച്ച് വികസിക്കുമെന്നാണ്. ഹല്ലേലൂയ. ഒരുപക്ഷെ നിങ്ങൾ തളർന്ന് ക്ഷീണിച്ച് അവശരായിട്ടിരിക്കുന്ന ഒരു സാഹചര്യമായിരിക്കാം. ആ സാഹചര്യത്തിൽ കർത്താവ് ഒരു അത്ഭുതം ചെയ്യുമ്പോൾ നിങ്ങളുടെ ഹൃദയം എന്ത് ചെയ്യും? അത് പിടച്ച് വികസിക്കും, ആനന്ദത്താൽ തുളുമ്പും. ഹല്ലേലൂയ. കർത്താവ് അതിശയങ്ങൾ ചെയ്ത് നിങ്ങളുടെ ജീവിതത്തിൽ പ്രവർത്തിക്കുമ്പോൾ നിങ്ങളുടെ ജീവിതം സന്തോഷമായി ഉല്ലസിക്കുവാനിടയാകും. അപ്പോൾ നിങ്ങളുടെ ഉള്ളിലേക്ക് ഒരു തേജസ് ഇറങ്ങി വരും. ആ ദൈവിക തേജസ്സിനാൽ നിങ്ങൾ നിറയപ്പെടുമ്പോൾ ഹല്ലേലൂയ നിങ്ങളുടെ ജീവിതത്തിൻ്റെ ഇരുള് മാറിപ്പോകും. നമുക്കറിയാം, അനവധി കുടുംബങ്ങൾ ജീവിതത്തിൽ ലോകത്തിൽ ഒക്കെ ഉണ്ടെങ്കിലും അവരെല്ലാം വിവിധമായ കഷ്ടതയിലൂടെ കടന്നു പോകുന്നവരാണ്. അതിൻ്റെ നടുവിലാണ് ദൈവം പ്രവർത്തിക്കുന്നത്. ഹല്ലേലൂയ. മിസ്രൈമി അടിമത്തത്തിലായിരുന്ന ജനത്തെ ദൈവം എന്ത് ചെയ്തു? മിസ്രൈമിൽ നിന്ന് വിടുവിച്ചു. ഇസ്രായേലിനോട് ദൈവം പറഞ്ഞു, ഇനി നീ അടിമത്തത്തിൽ കിടക്കണ്ട, ഇനി നീ പ്രവാസത്തിൽ കിടക്കണ്ട. അവരെ അടിമത്തത്തിൽ നിന്നും പ്രവാസത്തിൽ നിന്നും വിടുവിച്ച് ചെങ്കടൽക്കരയിൽ കൊണ്ടുവന്നു. അവർ ചെങ്കടൽ കടന്നു. ദൈവം അവരോട് പറഞ്ഞു, ഇനി നീ ചെങ്കടലിനെ കണ്ട് പേടിക്കണ്ട. അവിടെ നിന്ന് അവർ യാത്ര ചെയ്ത് എരിഹോവിലെത്തി. എരിഹോവിനെ തകർത്ത് അതിനെ അപ്പുറം കടക്കുവാൻ കഴിഞ്ഞു. ദൈവം അവരോട് പറഞ്ഞു, ഇനി നീ എരിഹോവിനെ കണ്ട് ഭയപ്പെടണ്ട. അങ്ങനെ അവർ ഹായിയെ കണ്ട് ഭയപ്പെട്ടെങ്കിലും ഹായിയെ ജയിപ്പാൻ ദൈവം അവർക്ക് കൃപ കൊടുത്തു. അവിടുന്ന് അവർക്ക് ദൈവം യോർദാൻ എന്ന് പറയുന്ന ഒരനുഭവത്തിലേക്ക് പോകേണ്ടി വന്നു. എന്നാൽ യോർദാനെ ഇസ്രായേൽ ഭയപ്പെട്ടു പോകാതെ യോർദാനിലും ജയിപ്പാൻ ഇസ്രായേലിന് കഴിഞ്ഞു. അപ്പം ദൈവം പറഞ്ഞു, നീ കഴിഞ്ഞ കാലങ്ങൾ അനുഭവിച്ച എല്ലാ പ്രയാസങ്ങളും മാറ്റി നിന്റെ ജീവിതത്തിനകത്ത് വലിയ മാറ്റങ്ങൾ തരാൻ ആഗ്രഹിക്കുന്നു.
അങ്ങനെ ഇസ്രായേൽ ജനം കടന്നു വന്ന മേഖലകളെക്കുറിച്ച് നാം ചിന്തിച്ചാൽ അതിനെല്ലാം മുമ്പിൽ ദൈവം അവർക്ക് വഴികാട്ടിയായിരുന്നത് പോലെ എന്നെ കേൾക്കുന്ന മാതാവേ, പിതാവേ, നീ കടന്നു പോകുന്ന അടിമത്തത്തിനകത്ത് പ്രവാസത്തിൽ നിന്ന് ദൈവം നിന്നെ വിടുവിച്ച് നിന്നെ എന്നേക്കുമായി സ്വതന്ത്രമാക്കാൻ പോവുകയാണ്. അതേ പ്രവാസത്തിലായിരുന്ന ഇസ്രായേൽ ജനം ആ പ്രവാസത്തിൽ നിന്ന് വിടുവിച്ച് ചില കഷ്ടതയുടെ കടന്നു പോകേണ്ടി വന്നതിലും അവസാനമായി അവർക്ക് ലഭിച്ചത് പാലും തേനും ഒഴുക്കുന്ന ആ കനാൻ ദേശമാണ്. അത് ഇന്ന് ഈ വചനം കേൾക്കുമ്പോൾ നീ കടന്നു പോകുന്ന പ്രതികൂല സാഹചര്യങ്ങൾ എത്ര ഭയാനകമായിരുന്നാലും അവയെല്ലാം നീക്കിയിട്ട് അവയൊരു ശ്രേഷ്ഠമായ ഒരു പുതിയ വഴിയെ ദൈവം നിനക്ക് തുറക്കാൻ പോവുകയാണ്. ഇസ്രായേൽ മക്കൾക്ക് പാലും തേനും ഒഴുകുന്ന ഒരു കനാൻ ദേശമാണ് ദൈവം കൊടുത്തെങ്കിൽ പുതിയ നിയമത്തോടുള്ള ബന്ധത്തിൽ ദൈവം പറയുന്നത് ദൈവം നിൻ്റെ ജീവിതത്തിൽ ചില അത്ഭുതങ്ങൾ, അതിശയങ്ങൾ ചെയ്യാൻ പോവുകയാണ്. അത് നിൻ്റെ കണ്ണാലെ കാണുമ്പോൾ നിൻ്റെ ഹൃദയം പിടച്ച് വികസിക്കും. ഇന്ന് വരെ കണ്ടിട്ടില്ലാത്ത അനുഭവത്തെ, അനുഗ്രഹത്തെയാണ് കർത്താവ് നിനക്ക് വേണ്ടി നൽകാൻ പോകുന്നത്. ഹല്ലേലൂയ, സ്തോത്രം പറഞ്ഞാട്ട്. ഹല്ലേലൂയ. നമുക്കറിയാം, കടലിൻ്റെ ആഴങ്ങളിൽ കിടക്കുന്ന വളരെ വിലപിടിപ്പുള്ള മുത്തുമണികളെ പിറക്കാൻ മനുഷ്യൻ അതിനുവേണ്ടി പ്രയത്നിക്കുമ്പോൾ അവൻ്റെ പ്രയത്നം കൊണ്ട് അവനതിന് നല്ല ഫലം കണ്ടെത്തുന്നത് പോലെ ഇന്ന് പകൽ എന്നെ കേൾക്കുന്ന പ്രിയ സ്നേഹിത, നിൻ്റെ ജീവിതത്തിൻ്റെ കഷ്ടതകളെ മാറ്റി ദൈവം നിൻ്റെ കണ്ണുകൊണ്ട് ചിന്തിക്കുവാൻ കഴിയാത്ത, നിനക്ക് അതും മനസ്സിലാക്കാൻ കഴിയാത്ത നിലയിൽ ചില അത്ഭുതങ്ങളാണ് ദൈവം ചെയ്യുവാൻ ആഗ്രഹിക്കുന്നത്. ഹല്ലേലൂയ. നിൻ്റെ ദുഃഖത്തെ ദൈവം സന്തോഷമാക്കി മാറ്റാൻ പോവുകയാണ്. നിൻ്റെ കണ്ണുനീര് തുടയ്ക്കാനായിട്ടാണ് ദൈവം ആഗ്രഹിക്കുന്നത്. നാളുകളായിട്ട് നിങ്ങൾ കരഞ്ഞ് വിലപിച്ച് എന്ത് ചെയ്യും, മരിച്ചാൽ മതി എന്നൊക്കെ പറഞ്ഞിരിക്കുന്ന ചില സഹോദരങ്ങളെ, ചില സഹോദരിമാരെ കാണാൻ കഴിയും. അവരോടൊക്കെ ഇന്ന് പകൽ ദൈവത്തിൻ്റെ ആത്മാവ് പറയുന്നത്, ഈ ലോകത്തിൽ നിൻ്റെ ജീവിതം സാത്താനാൽ ബന്ധിക്കപ്പെട്ട നിൻ്റെ ജീവിതത്തെ മരണത്തിൽ ഏൽപ്പിച്ചു കൊടുക്കാനല്ല. പിന്നെ എന്താണ് ദൈവം ആഗ്രഹിക്കുന്നത്? നിൻ്റെ ജീവിതത്തിനകത്ത് ചില അത്ഭുതങ്ങളെ ചെയ്ത് നിൻ്റെ ഹൃദയം പിടച്ച്, നിൻ്റെ ഹൃദയത്തിനകത്ത് ഉല്ലാസമുണ്ടായി, സന്തോഷമുണ്ടായി, നീ എവിടെയെല്ലാം തല താഴ്ത്തേണ്ടി വന്നോ അവിടെ നിന്നെ ഉയർത്തുവാൻ ആഗ്രഹിക്കുക. ഹല്ലേലൂയ. ജീവിതത്തിൻ്റെ നാനാ തുറകളിലും ദൈവം നിനക്ക് വേണ്ടി ചില അത്ഭുതം ചെയ്യാൻ പോവുകയാണ്. ഒരുപക്ഷെ നിങ്ങൾ കേരളത്തിലായിരിക്കാം, ഭാരതത്തിലായിരിക്കാം, ലോകരാജ്യങ്ങൾ എവിടെയെങ്കിലും ആയിരിക്കാം, കണ്ണുനീരോടെ ആയിരിക്കുന്ന സാഹചര്യമായിരിക്കാം. എന്നാൽ ഒരു അത്ഭുതം ദൈവം നിനക്ക് വേണ്ടി ചെയ്യാൻ പോവുകയാണ്. വിശ്വസിക്കുന്നെങ്കിൽ സ്തോത്രം പറഞ്ഞാട്ടെ. അതുകൊണ്ട് വചനം പറഞ്ഞു, എഴുന്നേറ്റ് പ്രകാശിക്കുക, നിന്റെ പ്രകാശം വന്നിരിക്കുന്നു, യഹോവയുടെ തേജസ്സ് നിന്റെ മേൽ ഉദിച്ചിരിക്കുന്നു. അതേ, നിങ്ങൾ കർത്താവിന് വേണ്ടി എഴുന്നേറ്റ് പ്രകാശിക്കും തോറും നിങ്ങളുടെ മേൽ സ്വർഗീയ വെളിച്ചം വീശും, തേജസ്സും പ്രകാശിക്കും, നിന്റെ മേൽ യഹോവ ഉദിക്കും, അവൻ്റെ തേജസ്സ് നിന്റെ മേൽ പ്രത്യക്ഷമാകുമെന്ന് യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 60-ാം അധ്യായം 1 തൊട്ടുള്ള വാക്യങ്ങൾ വായിക്കുമ്പം കാണാനുണ്ട്. ഈ ദൈവവചനമൊക്കെ എന്ന് പറയുന്നത് നമ്മളങ്ങ് വിശ്വസിക്കണം. വിശ്വസിക്കുക എന്നുള്ളതാണ് ഏറ്റവും വലിയ അടിസ്ഥാനം. ഞാൻ നിങ്ങളോട് പറയട്ടെ, ഞാനൊക്കെ കടന്നു പോകുന്ന വേദനാജനകമായ അനവധി സാഹചര്യങ്ങളുണ്ട്, സങ്കടപ്പെടുന്ന അനുഭവങ്ങളുണ്ട്. പക്ഷേ ദൈവത്തിൻ്റെ ആത്മാവ് പറയുന്നത്, ഞാൻ നിൻ്റെ ജീവിതത്തിൽ ഒരു അത്ഭുതം ചെയ്യും. അങ്ങനെ അത്ഭുതം ചെയ്യുമ്പോൾ നിൻ്റെ ഹൃദയം പിടച്ച് വികസിക്കും, നിൻ്റെ ജീവിതത്തിൽ ഉല്ലാസം വരും, എൻ്റെ തേജസ് കൊണ്ട് എന്നെ നിറയ്ക്കുമെന്നൊക്കെ ദൈവത്തിൻ്റെ ആത്മാവിനോട് പലപ്പോഴും സംസാരിക്കാറുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഈ വാഗ്ദത്തങ്ങളും വചനങ്ങളും നിങ്ങൾക്ക് കൈമാറുന്നത്. എന്നെ കേൾക്കുന്ന മാതാവേ, പിതാവേ, ദൈവം നിനക്ക് വേണ്ടി ചിലത് ചെയ്യും കേട്ടോ. ഹല്ലേലൂയ. നീ തളരണ്ട, ക്ഷീണിച്ചു പോകണ്ട. നീ ഒറ്റയ്ക്കായി പോയി, എനിക്കാരുമില്ല, ഞാൻ അനാഥയാണ്, ഞാൻ ഏകനാണ്, എല്ലാവരും എന്നെ കൈവിട്ടു എന്നൊക്കെ പറഞ്ഞ് നീ വളരെ സങ്കടപ്പെടുന്ന വ്യക്തിയാണ്. എന്നാൽ അതിൻ്റെ നടുവിലും ദൈവം തന്നെ ഒരു പുതിയ അനുഭവത്തിലേക്ക് കൊണ്ടുവരാൻ പോവുകയാണ്. നിന്റെ കണ്ണുനീരിനെ തുടയ്ക്കുവാൻ ലോകത്തിൽ ആർക്കും കഴിയത്തില്ല. ഹല്ലേലൂയ. ഞാൻ ഒരുപാട് കണ്ണുനീരിൻ്റെ നടുവിലൂടെ കടന്നു പോയിട്ടുണ്ട്. എൻ്റെ കണ്ണുനീരിനെ തുടയ്ക്കുവാൻ ലോകത്തിൽ ആർക്കും കഴിഞ്ഞില്ല. എന്നാൽ എപ്പോൾ ഞാൻ യേശുവിന് വേണ്ടി എൻ്റെ ഹൃദയം കൊടുത്തോ ആ സമയത്താണ് എൻ്റെ കണ്ണുനീർ തുടച്ചതും എൻ്റെ ജീവിതത്തിൽ ഒരു ആശ്വാസമൊക്കെ വന്നതും. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന മാതാവേ, പിതാവേ, ദൈവത്തെ നാം അറിയുകയാണെങ്കിൽ, കർത്താവിന് വേണ്ടി നിന്നു കൊടുക്കുകയാണെങ്കിൽ, നിന്റെ ഹൃദയം പിടച്ച് വികസിക്കുന്ന നിലയിൽ അത്ഭുതങ്ങളെ, അതിശയങ്ങളെ ദൈവം നിനക്ക് വേണ്ടി ചെയ്യാൻ പോവുകയാണ്. ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോവുകയാണ്. എന്നോടൊപ്പം ചേർന്ന് പറയാമോ, കർത്താവേ, എൻ്റെ ജീവിതത്തിൽ അത്ഭുതങ്ങൾ, അതിശയങ്ങൾ ചെയ്ത് എൻ്റെ ഹൃദയം പിടച്ച് ഉല്ലസിക്കും വിധത്തിൽ കർത്താവേ അവിടുന്ന് എന്നെ മാനിക്കണമെന്ന് പറയുന്നെങ്കിൽ ദൈവം നിനക്ക് വേണ്ടി അത്ഭുതം ചെയ്യും. പരിശുദ്ധ ഞങ്ങളുടെ നല്ല ദൈവമേ, സ്വർഗ്ഗീയ പിതാവേ, അനുഗ്രഹിക്കപ്പെട്ട നല്ല സമയത്തിന് ആ ദൈവത്തെ സ്തുതിക്കുന്നു. ഈ വചനം കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെ ഏൽപ്പിക്കുന്നു. കഷ്ടതയുടെ, പ്രയാസത്തെ, ദുഃഖത്തിന് നടുവിൽ കടന്നു പോകുന്ന സകല ജനങ്ങളിൽ, ലോകരാജ്യങ്ങൾ എവിടെ ഇരുന്ന് പ്രാർത്ഥിക്കുന്നു അവരെല്ലാം ദൈവരങ്ങൾ ഏൽപ്പിക്കുന്നു. ജാതിയോ മതമോ വർഗമോ വർണ്ണമോ വ്യത്യാസമില്ലാതെ
എല്ലാവരും ചേർത്ത് പിടിക്കുന്ന ദൈവത്തിൻ്റെ സ്നേഹം എല്ലാവരുടെ ഹൃദയങ്ങളിൽ നിറയട്ടെ. സകല മഹത്വം എടുക്കണം യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ.